ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിക്ഷ ക്ലാസ് റൂം. നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി ഡിസ്കസ് ചെയ്തു വരുന്നത് കഴിഞ്ഞ തവണ 2020 NTA നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ ഇതിനു മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ, ലോജിക്കൽ റീസണിങ്, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ടോപ്പിക്കുകളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ ചോദിച്ച കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്സിലെ ചില ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും അതെന്തുകൊണ്ട് അത് ആൻസർ ആയി എന്നുള്ളതൊക്കെയാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്നുള്ളതാണ് ചോദ്യം. അതിൽ നമുക്ക് 6 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ലെങ്തി പ്രസന്റേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളതാണ്. മൂന്നാമത്തേത് എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ് എന്നുള്ളതാണ്. നാലാമത്തേത് ബ്രെവിറ്റി ഇൻ സെന്റൻസസ് എന്നുള്ളതാണ്. അഞ്ചാമതായി തന്നിട്ടുള്ളത് യൂസ് ഓഫ് സ്ട്രോങ് വേർഡ്സ് എന്നുള്ളതാണ്. ആറാമതായി തന്നിട്ടുള്ളത് എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ്. ഈ 6 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ്. നമുക്കറിയാം റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാര്യക്ഷമത, ഫലപ്രാപ്തി, ഗുണപ്രാപ്തി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ റിട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെർബൽ ഉണ്ട്, വെർബൽ ഉണ്ട്. അതിലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അതിന്റെ എഫിക്കസി അഥവാ അതിന്റെ ഒരു ഗുണപ്രാപ്തി അല്ലെങ്കിൽ ഫലപ്രാപ്തി, കാര്യക്ഷമത ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ കാര്യക്ഷമത ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ കാര്യക്ഷമതയെ തൃപ്തിപ്പെടുത്തുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലെങ്തി പ്രസന്റേഷൻ എന്നുള്ളതാണ് ഒന്ന്. അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളതാണ്. എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ്, ബ്രെവിറ്റി ഇൻ സെന്റൻസസ്, യൂസ് ഓഫ് സ്ട്രോങ് വേർഡ്സ്, എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. ശേഷം നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഓൺലി എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഓൺലി എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത് തേർഡ്, ഫോർത്ത് ആൻഡ് സിക്സ്ത് ഓൺലി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ഓൺലി എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ, കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും നമുക്ക് ഇതിന്റെ ആൻസർ ഏതാണ് എന്ന് നോക്കാം. അതുപോലെ ഇതിലെ ആൻസർ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നമുക്ക് പറയാൻ പറ്റും. എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ് എന്നുള്ളത് അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെവിറ്റി ഇൻ സെന്റൻസസ് ഒരു എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളതും ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, വളരെ സിമ്പിൾ ചോദ്യമാണ്. എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ്, നമ്മളൊരു കാര്യം റൈറ്റ് ചെയ്തതിന് ശേഷം, ഒരു കാര്യം എഴുതിയതിനു ശേഷം ഒരാളെ അറിയിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ എഴുതിയ ഒരു കാര്യത്തെ നമ്മൾ അത് എഡിറ്റ് ചെയ്യുകയാണ്. എഴുതി കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം എഴുതിയത് കുറച്ചുകൂടി നന്നാവും. കാരണം അതിലെ തെറ്റുകൾ നമുക്ക് കണ്ടെത്താനാവും, അതിലെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാനാവും. അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ മനോഹരമാക്കാനൊക്കെ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് വീണ്ടും അത് വായിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ഒരു കാര്യത്തിന്റെ, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ നമ്മുടെ ഉദ്ദേശം കൂടുതൽ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും, നമുക്ക് എങ്ങനെ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ് എന്നുള്ളത് ഒരു എഫിക്കസി ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നാലാമതായി തന്നിട്ടുള്ള ബ്രെവിറ്റി ഇൻ സെന്റൻസസ് എന്നുള്ളത്. നമുക്ക് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഒരുപാട് ലെങ്തിലി നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ആളുകൾക്ക് അത് വായിക്കുമ്പോൾ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ, അവർക്ക് നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ വളരെ ലളിതമായിട്ട് ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. ഒരുപാട് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ അത് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത്,
ബ്രീഫായിട്ട് വളരെ വ്യക്തവും സ്പഷ്ടവുമായി എഴുതുക എന്നുള്ളതും ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ കാര്യക്ഷമതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഒന്നാണ് എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളത്. അനാവശ്യത്തിനും അനാർഭാടത്തിനും അല്ലെങ്കിൽ ആർഭാടത്തിനും വേണ്ടി ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു എഫക്റ്റീവ് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ് എന്നുള്ളതും അതുപോലെ തന്നെ ബ്രിവിറ്റി ഇൻ സെന്റൻസസ് എന്നുള്ളതും അതുപോലെ തന്നെ എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളതും ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ എഫിക്കസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ലെങ്തി പ്രസന്റേഷൻ. നമുക്ക് പറയാനുള്ള കാര്യത്തെ വളരെ വലുതാക്കി നീട്ടി വലിച്ച് പരത്തി നിരത്തി ഒരുപാട് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾക്ക് അത് വായിക്കാൻ തന്നെ പ്രയാസമുണ്ടാവും. ചിലപ്പോൾ ആളുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വായിക്കാതെ അത് വിട്ടുകളയും. അതുകൊണ്ട് ഈ ലെങ്തി പ്രസന്റേഷൻ എന്നുള്ളത് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ എഫിക്കസിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് അത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചർ. നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചറിനെക്കാട്ടിലും ഒരു എഫിക്കസി കൂട്ടുവാൻ നമുക്ക് ആവശ്യം സിമ്പിൾ സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂസ് ഓഫ് സ്ട്രോങ് വേർഡ്സ്. നമുക്ക് വളരെ കടുകട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സിനൊന്നും ആവശ്യമില്ല. ഉള്ള വേർഡ്സ് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളതാണ് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ എഫിക്കസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എഫിക്കസി ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എഡിറ്റിംഗ് ആഫ്റ്റർ റൈറ്റിംഗ്, ബ്രിവിറ്റി ഇൻ സെന്റൻസസ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഏതായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത് ദ കോൺസെപ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ എക്സ്പെക്ടേഷൻ ഓഫ് റിവാർഡ് റിലേറ്റഡ് ടു ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് എഫേർട്സ് നീഡഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് റിവ്യൂസ് നീഡഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത് പിയർ പ്രഷർ നീഡഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് ടൈം ലാഗ് നീഡഡ് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളിൽ ഏതാണ് ഈ ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്പെക്ടേഷൻ ഓഫ് റിവാർഡ്സ് റിലേറ്റഡ് ടു ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് എഫേർട്സ് നീഡഡ് ഓർ വെദർ ഇറ്റ് ഈസ് റിവ്യൂസ് നീഡഡ് ഓർ വെദർ ഇറ്റ് ഈസ് പിയർ പ്രഷർ നീഡഡ് ഓർ വെദർ ഇറ്റ് ഈസ് ടൈം ലാഗ് നീഡഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനൊരു ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ, നമുക്ക് അറിയുകയില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രാം എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു തിയറിയാണ്, അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് ഒരു സംതൃപ്തി ലഭിക്കണമെങ്കിൽ, നമുക്കൊരു എക്സ്പെക്ടേഷൻ, നമുക്കൊരു സംതൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര സംതൃപ്തി വേണമെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ള ഒരു തിയറിയാണ് ഫ്രാക്ഷൻ ഓഫ് സെലക്ഷനിലൂടെ ശ്രാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ഇതിന്റെ ആൻസർ എഫേർട്സ് നീഡഡ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ശ്രാമിന്റെ ഫ്രാക്ഷൻ ഓഫ് സെലക്ഷൻ എന്ന തിയറിയിൽ അദ്ദേഹം എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ, ഇത്ര സംതൃപ്തി ലഭിക്കണമെങ്കിൽ എത്ര എഫേർട്സ് നമ്മൾ ഇടേണ്ടി വരും എന്നുള്ളതാണ് ഫ്രാക്ഷൻ ഓഫ് സെലക്ഷനിലൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ശ്രാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എഫേർട്സ് നീഡഡ് എന്നുള്ളതാണ്. അപ്പം കൂടുതൽ ഫ്രാക്ഷൻ ഓഫ് സെലക്ഷനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഏതായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ അസേർഷനിൽ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ റീസണിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അസേർഷനിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ ടു മേക്ക് സ്റ്റുഡൻസ് ആക്റ്റീവ് ലിസണേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ ടു മേക്ക് സ്റ്റുഡൻസ് ആക്റ്റീവ് ലിസണേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്. സോ നമ്മുടെ ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുക എന്നുള്ളത്
ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ. ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുക എന്നുള്ളത്. അവർ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുവാൻ വേണ്ടി ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് അസേർഷനിൽ പറഞ്ഞിട്ടുള്ളത്. റീസണിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ ടീച്ചർ സെൻട്രിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് ടെൻഡ് ടു ബിക്കം പാസീവ് ലിസണേഴ്സ്. ഒരു ടീച്ചർ സെൻട്രിക് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിലെ സ്റ്റുഡൻസ് പാസീവ് ലിസണേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് റീസൺ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുള്ള അസേർഷനും റീസണുമാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്കറിയാം ഇൻ ദ ലൈറ്റ്സ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ്, മുകളിലെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എയിൽ പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. സിയിൽ പറയുന്നത് അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നത് അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ളതാണ്. നമുക്കറിയാം നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത് നമുക്കറിയാം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ആൻസർ. നമുക്കറിയാം അസേർഷൻ ട്രൂ ആണ്, അതുപോലെ തന്നെ റീസണും ട്രൂ ആണ്, അതുപോലെ തന്നെ അസേർഷന്റെ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓപ്ഷൻ അസേർഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ ടു മേക്ക് സ്റ്റുഡൻസ് ആക്റ്റീവ് ലിസണേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ്. നമുക്കറിയാം സ്റ്റുഡൻസിന് എന്തായിരിക്കണം, എപ്പോഴും ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കണം. വെറുതെ ഓരോന്ന് കേട്ടിരിക്കുക എന്നതിനപ്പുറം ടീച്ചർ പറയുന്ന കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കണം സ്റ്റുഡൻസ് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുവാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ ഈ ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അസേർഷൻ ട്രൂ ആണ്. അതുപോലെ റീസണിൽ പറഞ്ഞിട്ടുള്ള ഇൻ ടീച്ചർ സെൻട്രിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് ടെൻഡ് ടു ബിക്കം പാസീവ് ലിസണേഴ്സ്. നമുക്കറിയാം ടീച്ചർ സെൻട്രിക് അതൊരു സ്റ്റുഡന്റ് സെൻട്രിക് അല്ല. ടീച്ചർ വന്ന് ടീച്ചർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ് ടീച്ചർ സെൻട്രിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അവിടെ സ്റ്റുഡൻസ് എന്തായിരിക്കും, പാസീവ് ലിസണേഴ്സ് ആയിരിക്കും, അവർ ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കില്ല. അതുകൊണ്ട് റീസൺ എന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ട്രൂ ആണ് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനെ പാസീവ് ലിസണേഴ്സ് ആയതുകൊണ്ട് അവർ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ ഡിഫറെന്റ് ഇന്ററാക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലായി പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അസേർഷൻ ട്രൂ ആണ്, റീസണും ട്രൂ ആണ്, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് ഒരു ടേബിൾ ആണ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. ലിസ്റ്റ് 1ൽ പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ലിസ്റ്റ് 2ൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 1ലുള്ളത് ഇൻട്രാ പേഴ്സണൽ എന്നുള്ളതാണ്. എ ഇൻട്രാ പേഴ്സണൽ ആണ്, ബി ഇന്റർ പേഴ്സണൽ ആണ്, സി ഗ്രൂപ്പ്, ഡി മാസ് എന്നുള്ളതാണ്. ലിസ്റ്റ് 2ൽ തന്നിട്ടുള്ളത് ഒന്നാമത്തത് ബിറ്റ്വീൻ പേഴ്സൺ എന്നുള്ളതാണ്. സെക്കൻഡ് വൺ വിത്തിൻ എ സ്മോൾ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. തേർഡ് വൺ ലാർജ് നമ്പർ ഓഫ് അൺനോൺ ഓഡിയൻസ് എന്നുള്ളതാണ്. ഫോർത്ത് വൺ വിത്തിൻ വൺ സെൽഫ് എന്നുള്ളതാണ്. ഇതാണ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ മാച്ച് ദ ഫോളോവിങ് എന്നൊക്കെ പറയും, ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ NTA നെറ്റ് എക്സാമിൽ കണ്ടുവരുന്നതാണ്. നമുക്ക് ഏതായാലും ഇതിന്റെ ആൻസറിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രാ പേഴ്സണൽ എന്നുള്ളത്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തത്തോട് തന്നെ സംസാരിക്കുന്നതിന്, ആത്മകഥം ചെയ്യുന്നതിനാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എ എന്നുള്ളത് 4 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എ എന്നുള്ളത് 4 ആണ്. ഇൻട്രാ പേഴ്സണൽ എന്നുള്ളത് വിത്തിൻ വൺ സെൽഫ് എന്നുള്ളതാണ്. അതുപോലെ വളരെ സിമ്പിൾ ആണ് ഇന്റർ പേഴ്സണൽ എന്നുള്ളത് ബിറ്റ്വീൻ പേഴ്സൺസ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പരസ്പരം രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് ആണ് ഇന്റർ പേഴ്സണൽ എന്ന് പറയുക. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വിത്തിൻ വൺ സെൽഫ് ആണ്. ഇന്റർ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ പേഴ്സൺ എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് നോക്കാം
മൂന്നാമത്തത് ഗ്രൂപ്പ് എന്നുള്ളത് വിത്തിൻ എ സ്മോൾ ഓർഗനൈസേഷൻ. അതിലൊന്നും ആർക്കും ഒരു സംശയത്തിന് സാധ്യതയില്ല. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കൂട്ടത്തിനെയാണ്, ഒരു സ്മോൾ ഓർഗനൈസേഷനെയാണ്. അതിന്റെ ഉള്ളിലെ സംസാരങ്ങളും അതൊക്കെയാണ് ഗ്രൂപ്പ് വിത്തിൻ എ സ്മോൾ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫീച്ചറാണ് വിത്തിൻ എ സ്മോൾ ഓർഗനൈസേഷൻ എന്നുള്ളത്. അതുപോലെ നമുക്കറിയാം ഇനിയാകെ ഉള്ളത് മാസ് ആണ്. അത് തീർച്ചയായിട്ടും മൂന്നാമത്തേതായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം മാസ് എന്നുള്ളത് ലാർജ് നമ്പർ ഓഫ് അൺനോൺ ഓഡിയൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പം ഒരുപാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനങ്ങളും മഹാറാലികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാസമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം സമ്മേളനങ്ങളൊക്കെയാണ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന്. മാസിൽപ്പെട്ടതാണ് ഇങ്ങനത്തെ സമ്മേളനങ്ങൾ. അവിടെ നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് അൺനോൺ ഓഡിയൻസ് ആയിരിക്കും. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. 10,000-ഓ ലക്ഷക്കണക്കിനോ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള ആളുകൾക്ക് എല്ലാവരും പരസ്പരം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാസ് എന്ന ടൈപ്പ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫീച്ചറാണ് ലാർജ് നമ്പർ ഓഫ് അൺനോൺ ഓഡിയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. A4, B1, C2, D3 എന്നുള്ളതാണ് ആൻസർ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദ സീക്വൻസ് ഓഫ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ സീക്വൻസ് ഓഫ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ഫാമിലി, സെക്കൻഡ് വൺ സ്കൂൾ, തേർഡ് വൺ റിലീജിയൻ, ഫോർത്ത് വൺ മാസ് മീഡിയ. ഈ 4 കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഈ 4 കമ്മ്യൂണിക്കേഷൻ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പറഞ്ഞിട്ടുള്ള 4 കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സീക്വൻസ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 2, 3, 4, 1 എന്നുള്ളതാണ്. ഓപ്ഷൻ സി 3, 4, 1, 2 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി 4, 1, 2, 3 എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ് ചോദ്യം. നമുക്ക് അതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓർഡറിലുള്ളതാണ് ആൻസർ. ആദ്യം ഫാമിലി ആണ്, സെക്കൻഡ് വൺ സ്കൂൾ ആണ്, തേർഡ് വൺ റിലീജിയൻ ആണ്, ഫോർത്ത് വൺ മാസ് മീഡിയ എന്നുള്ളതാണ്. സീക്വൻസ് ഓഫ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇതിന്റെ സീക്വൻസ് ആദ്യം ഫാമിലി ചെറുതാണ്, അതിൽ കൂടി വലുതാണ് സ്കൂൾ എന്നുള്ളത്, അതിലും വലുതാണ് റിലീജിയൻ എന്നുള്ളത്, ഒക്കെ ഏറ്റവും വലുതാണ് മാസ് മീഡിയ എന്നുള്ളത്. അതുകൊണ്ട് സീക്വൻസ് ഓഫ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴെ പറയുന്നവയിൽ അതിന്റെ സീക്വൻസ് എന്നുള്ളത് ഫാമിലി, സ്കൂൾ, റിലീജിയൻ, മാസ് മീഡിയ എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക്